നാഗാലാൻഡിലെ ലോങ്വ വില്ലേജിൽ നിന്നുള്ള അടുത്ത എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ ലോങ്വ വില്ലേജിലാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇത് വില്ലേജാണ്. ഹെഡ് ഹണ്ടേഴ്സ് ഒക്കെ ഉണ്ട് അവിടെ മുകളില്. ലോങ്വ വില്ലേജാണ്. ഒരു സ്കൂൾ ട്രിപ്പ്, നാഗാലാൻഡിൽ തന്നെയുള്ള ഒരു സ്കൂൾ കുട്ടികളെ ഒരു ടൂറിംഗ് ആയിട്ട് കൊണ്ടുവന്നതാണ്. ഇത് കണ്ടില്ല, അവര് ഞങ്ങളൊപ്പം നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് പോയത്. കാലത്ത് ഇവര് തല വെട്ടിയിരുന്ന ആളുകളാണ്. അതായത് വേറെ ട്രൈബൽസുമായിട്ട് അല്ലെങ്കിൽ വേറെ ആളുകളുമായിട്ടൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ തല വെട്ടിക്കൊണ്ടുവരും. എന്നിട്ട് അതിന്റെ ഒരു ഭാഗമായിട്ട് ഇവരെ കഴുത്തിൽ മാല ഇടും. ആ മാലയാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇപ്പോഴും ഈ അതേ രീതിയിൽ ജീവിക്കുന്ന അവസാന തലമുറകളാണ് ഇവരൊക്കെ. ഹെഡ് ഹണ്ടേഴ്സ് കോണ്യാക് ട്രൈബൽസിൽ പെട്ടതാണ്, ലോങ്വ വില്ലേജിൽ. അപ്പോൾ അവരെ കാണാൻ വേണ്ടി വന്നതാണ്. അവരെ കണ്ടു. 4 ആളുകളാണ് ഇപ്പോൾ നിലവിൽ ഇവിടെ ഉള്ളത്. കണ്ടില്ല, അവരെ വീടാണ് അപ്പുറത്ത്. താങ്ക് യു താങ്ക് യു താങ്ക് യു ഓൾ, താങ്ക് യു, ബൈ ബൈ. കുട്ടികളാണ് കേട്ടോ, ഈ ട്രൈബ്സിലെ കുട്ടികളാണ്. ഹലോ, ഹായ്. വീടിന് മൊറോങ് എന്നാണ് കേട്ടോ പറയാ. ആ മൊറോങ് ആണ്. പിന്നെ ഇതാ അലു അങ്കാസ് റെസിഡൻസ് കണ്ടില്ലേ, അവരെ മൊറോങ് ആണിത്. ഇതാ ഇപ്പുറത്തും വീടുകളുണ്ട്. ഇതാ ഒരുപാട് വീടുകളുണ്ട് ഇവരൊക്കെ. ഓക്കെ ഓക്കെ, കൊടുക്കാം. ലോങ്വ വില്ലേജിലെ വ്യൂ അടിപൊളിയാട്ടോ. ഇവിടുത്തെ കാഴ്ചകൾ കണ്ടില്ലേ, ചുറ്റും മലനിരകള്. രാവിലെയൊക്കെ ഇവിടുത്തെ സൂര്യോദയം അതിഗംഭീരം തന്നെ പറയാം. കാരണം ഈ മലേന്റെ മുകളിൽ നിന്ന് ഇങ്ങനെ സൂര്യൻ ഉദിച്ചു വരുന്നതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഒരു വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ പോയി സൂര്യോദയം ഒക്കെ കണ്ടു. ഒരു മലഞ്ചെരിവാണ്. അങ്ക ട്രൈബ്സിന്റെ പാലസ്, അത് ഇന്തോ മ്യാൻമാർ ബോർഡറിലാണ് കേട്ടോ. അത് കണ്ടില്ലേ, വലത് ഭാഗത്ത് ഇന്ത്യ, അതായത് നാഗാലാൻഡ്, ഇപ്പുറത്ത് മ്യാൻമാർ. ഇത് പാലസിന്റെ മുന്നിൽ കണ്ടില്ലേ ഒരുപാട് ചിത്രപ്പണികളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. കുറേ ചിത്രങ്ങളൊക്കെ അതാ കൊത്തി വെച്ചിട്ടുണ്ട്, ശില്പങ്ങളൊക്കെ. പിന്നെ ഓരോ മൃഗങ്ങളൊക്കെ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ 2 ആളുകളെ രൂപം വെച്ചിട്ടുണ്ട്. പിന്നെ വരെ ട്രൈബ്സിന്റെ തന്നെ ഓരോ രൂപങ്ങളൊക്കെ ഇവിടെ കൊത്തി വെച്ചിട്ടുണ്ട്. വാതിലും അതുപോലെ തന്നെയാണ്, ഓരോ ചിത്രപ്പണികളൊക്കെ ചെയ്തിട്ടുള്ള വാതിലാണ്. പിന്നെ ഇതിന്റെ അകത്തേക്ക് കയറിയാൽ കാണുന്ന കാഴ്ച വലിയൊരു ഹാളാണ്. ഈ ഹാളിൽ കണ്ടില്ല, ഒരു ടൈഗറിന്റെ രൂപത്തിൽ ഒരു മരം കൊണ്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇരിക്കാനോ കിടക്കാനോ എന്തിനോ അറിയില്ല. പിന്നെ ഇതാ ഒരുപാട് ചിത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവരെ പ്രധാനപ്പെട്ട ആളുകളൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളൊക്കെയാണ് ഇവിടെ കണ്ടില്ലേ. ഒറ്റത്തടിയിലൊരു ടേബിളും കാണാം അവിടെ നടുക്ക് ഒരു സൈഡിലായിട്ട്. വലിയൊരു ടേബിളാണ്. പിന്നെ വരെ ഓരോ വിശേഷ ദിവസങ്ങളിലൊക്കെ കൊട്ടാൻ ഉപയോഗിക്കുന്ന ഓരോ ഡ്രം ഉണ്ടല്ലേ. പിന്നെ മൃഗങ്ങളെ കൊമ്പുകൾ കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലൊക്കെ ഒരുപാട് തലകളാണ് കണ്ടില്ലേ. ഇതൊക്കെ തലകളാണ് ഓരോ മൃഗങ്ങളെ സൈഡിൽ കൂടെ ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതാ ഇവിടെയൊക്കെ നിരയായി കെട്ടി തൂക്കിയതാണ്. കാട്ടുപോത്തിൻ്റെ അതുപോലെ മിഥുൻ എന്ന് പറഞ്ഞൊരു മൃഗത്തിൻ്റെ ഒക്കെ തലകളാണ് ഇവിടെയൊക്കെ വെച്ചിട്ടുള്ളത്. മാനിൻ്റെത് ഒക്കെ ഉണ്ട്. ഇതാ അവരെ കൊട്ടാനൊക്കെ ഉപയോഗിക്കുന്നതാ. പിന്നെ ഇപ്പുറ സൈഡിൽ വന്നാലും അങ്ങനെ തന്നെ ഒരുപാട് മൃഗങ്ങളെ തലകൾ വെച്ചിട്ടുണ്ട്. നിരയായി വെച്ചതാണ് ഇഷ്ടം പോലെ. അതാ മുകളിലൊക്കെ ഒരുപാട് തലകൾ ചെറുതും വലുതുമായിട്ട് കുറേ ഉണ്ട്. കാട്ടുപോത്ത് അതുപോലെ എന്തൊക്കെ മൃഗങ്ങളെ തലകളാണ്, പല തരം ഉണ്ട്. പിന്നെ ഇവർ കൊട്ടാൻ ഉപയോഗിക്കുന്ന വേറെ സാധനം കണ്ടില്ല, ഒരൊറ്റ തടിയിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇത് ആ ഫെസ്റ്റിവലിൻ്റെ ഒക്കെ അവിടെ അത് നന്നായിട്ട് ഉപയോഗിച്ചിരുന്നു. പലരും നല്ല രീതിക്ക് കൊട്ടിയിട്ടുണ്ട് ഇതിൽ. ഇത് ഓരോ ചടങ്ങുകൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കാനാണ്. പല രീതിയിലും കൊട്ടുവര്. അടുക്കൊരു ഇടനാഴിയാണ്. അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അപ്പുറത്തും ഇപ്പുറത്തായിട്ട് കുറേ റൂമുകളാണ്. ഇതാ സൈഡിലൊക്കെ ഒരുപാട് റൂമുകളുണ്ട്. അങ്ങനെ നേരെ വരുന്നത് കിച്ചനാണ്. കിച്ചനൊക്കെ വലിയൊരു കിച്ചനാണ് കേട്ടോ. കിച്ചൻ്റെ സെൻട്രലായിട്ട് ഇവർ ഭക്ഷണം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു അടുപ്പ് കാണാം. ഇതാ അടുപ്പ്, ഇവിടെ എന്തൊക്കെയാണ് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ മുകളിലാണ് ഇവർ ഓരോ സാധനങ്ങളൊക്കെ, ഇറച്ചി ഐറ്റംസൊക്കെ പുകയ്ക്കുക. അങ്ങനെ സ്മോക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇതാ എന്തോ ഒരു മൃഗത്തിൻ്റെ അത് ഇറച്ചി ഇവിടെ കെട്ടി തൂക്കി വെച്ചിട്ടുണ്ട്. ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഇവിടെ മിഥുൻ എന്ന് പറഞ്ഞൊരു മൃഗത്തിൻ്റെ
കാലിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ വെച്ചിട്ടുള്ളത്, കണ്ടില്ലേ? ഒരു കാലിൻ്റെ ഭാഗം. ഇതും ഇനി പുകച്ചിട്ട് കുറച്ച് ദിവസങ്ങളോളം കഴിഞ്ഞാൽ ഇവർ ഭക്ഷണമായിട്ട് ഉപയോഗിക്കും. ഇവിടുത്തെ കുട്ടികളൊക്കെ പലതരത്തിലുള്ള കളികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാ ഹലോ, ഒരു മാല ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. യു മേക്കിംഗ് ചെയിൻ? വരുന്നവർക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് ഇതാ കുറേ മാലകളൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരുപാട് മാലകളൊക്കെ കണ്ടില്ലേ? ഇതാ കത്തിയൊക്കെ നല്ല മൂർച്ചുള്ള കത്തിയാണ് തോന്നുന്നത്, നല്ല കനുണ്ട്. ഹെഡ് ഹണ്ടേഴ്സ് ഉപയോഗിക്കുന്ന തരം മാലകൾ കണ്ടില്ലേ? ഇത് ഓരോരോ ആളുകളെ തല വെട്ടിക്കഴിഞ്ഞാൽ അവരെ കഴുത്തിലിടുന്ന തരം മാലയാണ്, ലോക്കറ്റ്. എത്ര ആളുകളെയാണോ തല വെട്ടിയിട്ടുള്ളത് അത്രയും ആളുകളെ തല അവർ കഴുത്തിൽ ലോക്കറ്റായിട്ട് അണിഞ്ഞുകൊണ്ടിരിക്കും. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒരു കാലത്ത് ഇവിടെ നടന്നിട്ടുള്ള കാര്യങ്ങളാണ്, ഈ തലവെട്ടലും സംഭവങ്ങളൊക്കെ. ഇപ്പോഴും അതിൻ്റെ ബാക്കിയുള്ള ചില ആളുകൾ ഈ വില്ലേജിൽ തന്നെ ഉണ്ട്. അതാണ് മുമ്പ് കണ്ടത്. മുഖത്തൊക്കെ പച്ച കുത്തിയിട്ടുണ്ടാവും. എത്ര ആളുകളെ തലയാണോ വെട്ടിയിട്ടുള്ളത് അത്രയും ആളുകളെ അതുപോലത്തെ ലോക്കറ്റ് ഉണ്ടാക്കിയിട്ട് അവരെ കഴുത്തിൽ വെച്ചിട്ടുണ്ടാവും, കഴുത്തിൽ തൂക്കിയിടും. ഇപ്പോൾ നിലവിൽ 3-4 ആളുകളുണ്ട്. 2 ആളാണ് മെയിനായിട്ട് ഇങ്ങനെ തല വെട്ടിയിട്ടുള്ള ആളുകൾ. ഈ മുറ്റത്തിന്റെ സൈഡിലും ഒരുപാട് മാലകളും അതുപോലെ കരകൗശല വസ്തുക്കളൊക്കെ നിരനിരയായി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ വിൽക്കാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ. ഇതാ വാളുണ്ട്, തലുണ്ട്, തലയോട് കൂടിയ ലോക്കറ്റുകള്, പല ഐറ്റം സാധനങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇത് കണ്ടില്ലേ, ഇവരുപയോഗിക്കുന്ന തരത്തിലുള്ള മാലകളൊക്കെയാണിത്. തലുള്ള മാലകള്, ഇവരെ തൊപ്പി, കൊമ്പുകളെ കണ്ടില്ലേ, തൊപ്പിയിൽ കൊമ്പുകള്, അങ്ങനെ പലതരം രൂപങ്ങളൊക്കെ ഉള്ളതാണ്. ഇതാ ഒരു അമ്മച്ചി ഇവിടെ മാല ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹലോ. കുട്ടികളൊക്കെ ഇവിടെ ഭയങ്കര കളികളിലാണ് കേട്ടോ. ഇവിടുത്തെ കുട്ടികളൊക്കെ ഫോട്ടോഗ്രാഫിയാ. ഇവിടുത്തെ കുട്ടികളൊക്കെ ഇവിടെ ഡാൻസ് പഠിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇവർക്ക് ക്രിസ്മസിനൊക്കെ വേണ്ടിയിട്ടുള്ള ഡാൻസ് പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള പരിപാടി ആവാം. ഈ സൈഡിലും അതുപോലെ തന്നെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഡാൻസ്. ഇവരെ വീടൊക്കെ കണ്ടില്ലേ, മുള കൊണ്ടാണ് ചുമരൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ മുകളിൽ ഓല വെച്ച് മേഞ്ഞതാണ്. വീടിൻ്റെ ഇപ്പുറത്തുനിന്ന് കണ്ടില്ലേ, നല്ല മലനിരകൾ കാണാം. ഓരോ വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് കുത്തനുള്ള വഴികളാണ്. ഒന്ന് തെന്നിക്കഴിഞ്ഞാൽ അടിയിലേക്ക് പോകും. കണ്ടില്ലേ, നല്ല സ്റ്റെപ്പുകളാണ്. ഇതാ ഒരു വീട് ഇപ്പുറത്ത്, അങ്ങനെ നിറയെ വീടുകളാണ്. ഓലൊക്കെ ഇവിടെ ഒരു കട്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ കരിമ്പന പോലത്തെ അതിൻ്റെ ഓലകളാണ്. വീട് മേയാൻ വേണ്ടിയിട്ടാവും. ഇതൊക്കെ വെച്ചിട്ടാണ് ഇവർ വീട് മേയണത്. ഇത് കണ്ടില്ലേ, മുള, അതുപോലെ ഈ ഓല, ചുമര്, മുള കണ്ടില്ലേ. കുട്ടികൾക്ക് കളിക്കാനുള്ള കളിപ്പാട്ടങ്ങളാണ്. ചക്രങ്ങളൊക്കെ വെച്ച് അടിപൊളിയാക്കി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് മിക്കവാറും വീടുകളിലൊക്കെ ഇത് കാണാം. മരത്തിന്റെ മുകളിലേ 2 കുട്ടികൾ കയറിയിട്ടുണ്ട് കേട്ടോ. ചെറിയ 2 കുട്ടികളാണ്. ഇതിന്റെ ഒരു ചെറിയൊരു അടക്ക പോലെ സാധനം ഉണ്ട്. ഏറ്റവും ചെറുത് കണ്ടില്ലേ, ഇത് പറിക്കാൻ വേണ്ടി കയറിയതാണ്. ഇതിന്റെ മുകളില് ചെറിയ 2 കുട്ടികളാണ്. ഇതിന്റെ ചെറിയൊരു പുളിയുണ്ട്, അങ്ങനെ ഒരു വെറൈറ്റി സാധനം. Your hairstyle is very nice. കായൊക്കെ പറിച്ചിട്ട് ഇവിടെ ഓരി വെച്ച് കണ്ട് ഭയങ്കര അടിയൊക്കെ ഉണ്ട്. അപ്പൊ
ഒരു വീട്ടിലേക്ക് ഇറങ്ങി വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് ഇവരെ കിച്ചണിൽ ഇതാ മോറൊക്കെ ഇങ്ങനെ പിന്നെ പുകയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത് കേടുവരാക്കാൻ വേണ്ടി കിച്ചണിൽ എന്തൊക്കെ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ ആളുകളുണ്ട് കേട്ടോ, ആളുകൾ താമസിക്കുന്നുണ്ട്. കിച്ചൻ്റെ ഒക്കെ വലുപ്പം കണ്ടില്ലേ, വലിയ കിച്ചനാണ്. പിന്നെ ഇവിടെ എന്തോ ഒരു പണികളൊക്കെ എടുക്കുന്ന ഒരു റൂമാണ്, ചെറിയൊരു റൂം. ഇവിടെ എന്തൊക്കെയാ, ഇവിടെ ഉണ്ട് കിച്ചനൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ ഉണ്ട് പുകയ്ക്കാനുള്ള സെറ്റപ്പൊക്കെ ഇവിടെ ഉണ്ട്. ഒരു വലിയൊരു ഹാളാണ്, എത്ര വലുപ്പം. പല മൃഗങ്ങളെയും വേട്ടയാടിയിട്ട് അതിൻ്റെ തലകളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഇതാ ഇഷ്ടം പോലെ തലകൾ, കാരണം എല്ലാ വീടുകളിലും ഇതുപോലെ ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. പിന്നെ ഇവിടെ ഇവരെന്തൊക്കെ പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇവരെന്തൊക്കെ പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കണ്ടില്ലേ. ഇവിടെ ഉണ്ട് ഒരു കിച്ചനൊക്കെ. ഇവിടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു പുതിയ വീടാണ്, അപ്പുറത്ത് വീടുണ്ട്. അതുപോലെ അത് കണ്ടില്ലേ, പണിക്കാരാണ് ഇവിടെ. ഒരുപാട് പണിക്കാരുണ്ട് കേട്ടോ. ഇവരൊക്കെ മരം മുള ഒക്കെ വെച്ചിട്ടാണ് ഇവരെ വീട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ടിൻ ഷീറ്റാണ് മുകളിൽ, ചുമര് മുളയാണ്. അത് മേഞ്ഞ് തീർന്നിട്ടുണ്ട്. നല്ല അടിപൊളി ഡിസൈനിലൊക്കെയാണ് വീടുകളൊക്കെ. മ്യാൻമാറിൻ്റെയും അതുപോലെ ഇന്ത്യയുടെയും ഒക്കെ ബോർഡറാണിത്. ഇവിടെയാണ് ഈ വീടുകളും കാഴ്ചകളൊക്കെ ഉള്ളത്. ഇവിടെയൊക്കെ കണ്ടില്ലേ, വമ്പം പണി നടന്നുകൊണ്ടിരിക്കുകയാണ് മുകളില്. നല്ല സ്റ്റെപ്പുകളൊക്കെ കയറിയിട്ടും ഇറങ്ങിയിട്ടും വേണം വരെ വീടുകളിലേക്കൊക്കെ വരാനും പോവാനൊക്കെ. ഇപ്പം മ്യാൻമാറിന്റെ ഭാഗത്തു കൂടെയാണ് കേട്ടോ പോണത്. പാസ്പോർട്ടും വേണ്ട, വിസയും വേണ്ട, ഒന്നും വേണ്ട. മ്യാൻമാർ സൈഡിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചോദിക്കാനും പറയാനൊന്നും ആരുമില്ല. കുട്ടികളെ മുഖത്ത് കൂടെ ഒക്കെ എന്തോ വാരി തേച്ച പോലെ ജലദോഷം പൊടിച്ചിട്ട് അങ്ങേ തല വരെ എത്തിയിട്ടുണ്ട്. കണ്ടില്ലേ ഓരോരുത്തരുടെ മുഖമൊക്കെ കണ്ടില്ലേ. ഇത് മ്യാൻമാറിലുള്ള ഒരു വീടാണ് കേട്ടോ, മ്യാൻമാറിന്റെ സൈഡിലാണ്. ഇവിടെ വന്നപ്പോ ഞങ്ങൾക്ക് ഇരിക്കാനൊരു സീറ്റൊക്കെ തന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇതൊക്കെ ഇരിക്കാൻ സീറ്റൊക്കെ തന്നിട്ടുണ്ട്. ബാക്കിൽ കണ്ടില്ലേ, നല്ല അടിപൊളി മലയാണ്, മലനിരകള്. ട്ടത് ഇത് വെള്ളത്തിലിട്ട് തിളപ്പിച്ചതിന് ശേഷം ഇത് കുടിക്കുന്നാണ് പറഞ്ഞത്. എന്തായാലും ഇതൊക്കെ ഇവിടെ സുലഭമാണ്. ഇവരെ വീട്ടിൽ നിന്ന് ഞങ്ങക്ക് കുടിക്കാനായിട്ട് ചായ തന്നിട്ടുണ്ട് കേട്ടോ. ഭക്ഷണം കഴിച്ചിട്ട് പോവാന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞതാ. പിന്നെ പീടിയെ പോയിട്ട് ഓരോ വീടുകൾ ഇങ്ങനെ കയറി ഇറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്. താഴത്തേക്ക് ഇറങ്ങി ഒരുപാട് വീടുകളുണ്ട്. ഇവിടെ കുറെ കുട്ടികളുണ്ടായിരുന്നു, ഇപ്പൊ ഒക്കെ ഓടി ഒളിച്ചു, ഒക്കെ വീടിന്റെ അകത്തേക്ക് കയറി പോയിട്ടുണ്ട്. സാധാ നോർമൽ ആളുകൾ, ട്രൈബ്സ് ജീവിക്കുന്ന വീടുകളാണ് ഇതൊക്കെ. അത് നെല്ല് ഉണക്കാനിട്ടതാണ് അല്ലേ, നെല്ല് ഉണക്കാനിട്ടതാണ്. പിന്നെ ഓരോ വീടുകൾ കണ്ടില്ലേ, ഇവിടെയൊക്കെ ഒരുപാട് ആളുകൾ ജീവിക്കുന്നുണ്ട് ഈ വീടുകളിലൊക്കെ. ഉച്ചവ് എന്ന് പറയുന്ന സാധനമൊക്കെ ഇതാ അവരെ വീട്ടിന്റെ മുറ്റത്തൊക്കെ കൃഷി ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം ഇവിടെ വരുമ്പോ ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു, കാരണം വള്ളിയിൽ കുടുങ്ങി. അല്ല പിന്നെ ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. എന്താന്ന് വെച്ചാൽ ഇവരെ ഹെഡ് ഹണ്ടിങ് അല്ല, തലയൊക്കെ വെട്ടുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവരെ വീടിൻ്റെ അടുത്ത് കൂടെ ഒക്കെ പോയി കഴിഞ്ഞാൽ പ്രശ്നമാവും എന്നൊക്കെ പറഞ്ഞിരുന്നു പല ആളുകളും. പക്ഷെ അങ്ങനൊന്നും ഒരു കുഴപ്പമില്ല. എല്ലാ വീടുകളും കയറി ഇറങ്ങി കണ്ട് ഒരു പ്രശ്നവുമില്ല. ചായ തരുന്ന്, പലരും വീട്ടിലേക്ക് ക്ഷണിക്കണ്, കാഴ്ചകൾ കാണാൻ പറയണത്, ഒന്നൊരു പ്രശ്നമില്ല. ഇത് ഏത് ലോകത്തേക്കുള്ള വഴിയാണ്? ഇത് വല്ല കിണറ്റിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇറങ്ങി പോണ പോലെ ഉണ്ടല്ലോ. ഇതെങ്ങനെ ഇറങ്ങി പോവുക അങ്ങോട്ട്? കുത്തനുള്ള വഴികളാണ്, തെന്നി കഴിഞ്ഞാൽ അടിയിലുണ്ടാവും, പെട്ടെന്നാണ് വരാ അല്ലേ. മുളകളൊക്കെ മുറിച്ചിട്ടുണ്ട് അല്ലേ. വഴികൾ അങ്ങനെ ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ മുകളിൽ നിന്ന് കുറെ വീടുകൾ കണ്ട് താഴെ എത്തിയിട്ടുണ്ട്. ഇനി കുറെ അടിക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും കുറെ വീടുകൾ, മൺവീടുകളൊക്കെ കാണാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ നോക്കിയാലും നല്ല പൂക്കളുണ്ടല്ലേ. ഇവിടെ സൂര്യകാന്തി പൂക്കളെ പോലത്തെ കാട്ടുചെടികളൊക്കെ കണ്ടില്ലേ, ഇഷ്ടംമാതിരി പൂക്കളൊക്കെ കാണാം ഇവിടെ. ഒരു 2 വീലറാണ്, നമ്പർ പ്ലേറ്റ് ഒന്നും ഇല്ല കേട്ടോ. 4 സ്ട്രോക്ക് ആണ്, 125cc, കാൻഡ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. ഇതിനില്ല നമ്പർ പ്ലേറ്റ് ഒന്നും ഇല്ല, നല്ല പവർഫുൾ വണ്ടിയാണ്. കുറെ കുട്ടി പട്ടാളങ്ങളുണ്ട്, ഓരോരുത്തരുടെ വീടുകൾ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ കൊണ്ടുവന്നതാണ്. ഹായ് ഓരോ ഗ്രാമീണ ജീവിതങ്ങൾ നേരിട്ട് കാണണമെങ്കിൽ ഇവിടെയൊക്കെ വന്നാൽ മതി, ശരിക്കും കണ്ട് മനസ്സിലാക്കാം.
കണ്ടില്ലേ? അനോക്കിന്റെ കൂടെയാണ് ഇപ്പൊ പോണത് കേട്ടോ. ഓരോ വീടുകളൊക്കെ കാണിക്കാൻ വേണ്ടിയാണ് അനോക്ക് ഒപ്പം വന്നിട്ടുണ്ട്. ഭക്ഷണവും അതുപോലെ വരെ പ്ലേറ്റ് കണ്ടില്ലേ? ചോറും എന്തോ പോർക്കോ എന്തോ കറിയൊക്കെയാണ് വരുന്നത്. അടിപൊളിയായിട്ടുണ്ട് എന്തായാലും. പ്ലേറ്റ് അടിപൊളിയാണ്. ഇതാ അവളെ കയ്യിലും അതുപോലെ തന്നെ കേട്ടോ പ്ലേറ്റ് കണ്ടില്ലേ? ഈ കാണുന്ന സ്ഥലങ്ങൾ ഫുള്ള് ബർമേന്റെ സൈഡാട്ടോ. ബർമ സൈഡാണ്. അതിലെ റോഡൊക്കെ കണ്ടില്ല, അതൊക്കെ ബർമ റോഡാണ്. ഫുള്ള് മലനിരകളാണ്. ഇതും ബർമയിലാണ്. ഇപ്പൊ ഞങ്ങള് ഉള്ളതും ബർമയിൽ തന്നെയാണ്. ഇവിടുത്തെ ആളുകള് വേട്ടയ്ക്ക് പോയതാട്ടോ. കാട്ടില് വേട്ടയ്ക്ക് പോയിട്ട് തിരിച്ചു വരികയാണ്. തോക്കൊക്കെ കണ്ടില്ല ഇവരെ കയ്യില്. എന്താ അടിപൊളിയാട്ടോ. എന്തേലും കിട്ടിയിട്ടുണ്ടാവോ? മിൽ ഗയാ ആപ്കോ?